ആദ്യം പറഞ്ഞ പൂജ വിശ്വസിക്കും. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ ഭൂമി കാണിക്കാതെ കൊല്ലുന്ന തെറ്റാണെന്ന് താൻ പറഞ്ഞപ്പോ കണ്ണുടച്ച് തന്റെ കൂടെ ഞാൻ കൈപിടിച്ചു വന്നു. ലോകം മുഴുവൻ അലഞ്ഞു തളർന്നു പോയപ്പോ തന്റെ വീടാണ് ഏറ്റവും സുരക്ഷിതമെന്ന് താൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ച് കൂടെ വന്നു. വീട്ടുകാർക്ക് സംശയം തോന്നാതിരിക്കാൻ ഒരു കല്യാണം വേണമെന്ന് താൻ പറഞ്ഞപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ കഴുത്ത് നീട്ടി തന്നു. കൊടുക്കും ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് തന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോ ഒന്നും പറയാതെ ഞാൻ എടുത്തു തന്നു. ഇന്നും കാറിനറിയാത്ത ഏതേതു ഭ്രാന്ത് കൊണ്ട് ആ കുഞ്ഞിനെ എനിക്ക് ദത്ത് തരാന്ന് തന്റെ പെങ്ങള് പറഞ്ഞപ്പോ മാത്രം താൻ മൗനം പാലിച്ചു. പക്ഷെ ഇനിയെങ്കിലും എനിക്ക് അറിയണം ആദി ആ യാഥാർത്ഥ്യം. ജീവനും ജീവിതവും പണയപ്പെടുത്തി ഞാൻ സ്വന്താക്കി ഈ കുഞ്ഞ് എന്റെ തന്നെയല്ലേ? അത് പറയുമ്പോ മാത്രം തനിക്കെന്താ ഈ മൗനം? ഇല്ല, നിർബന്ധിക്കില്ല. ഒരിക്കലും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. അറിയണ്ട, ഈ ജന്മം എനിക്കൊന്നും അറിയണ്ട. പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടാവണം, ജീവനോടെ. ഓജസ്സും തേജസ്സും ഉള്ള എന്റെ പഴയ ആമിയായി, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ആമിയായി. വാക്കുതാ. കുഞ്ഞ് കുഞ്ഞ് തന്റേതാ. ഇനി താൻ വാക്ക് മാറ്റിയ പിന്നെ പൂജ ഉണ്ടാവില്ല. വാക്കുതാമി. ആമി, ഈ വീട്ടിലെ പണി തീർന്നിട്ട് ജന്മം സഫലമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമി, അതെങ്ങനെ? കള്ളപ്പണി ചെയ്യാനൊരു പെണ്ണുമ്പിള്ള വന്നിട്ടുണ്ടല്ലോ. തിന്നാനും ആളുകളെ സൂപ്പിക്കാനും അല്ലാതെ എന്തിനു കൊള്ളാം അവരെ കൊണ്ട്? ഈ വീട്ടിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് ഗോമതി വിചാരിക്കണം. ചേച്ചി, ആമി കണ്ടായിരുന്നോ? ഇല്ല സാറേ, ആമികളോടെ പോയി. അല്ല, മുറിയിൽ കണ്ടില്ല. രാവിലെ അടുക്കള കയറിയോ? ഇല്ല, ഇന്ന് രാവിലെ അടുക്കള വന്നില്ല. ഇല്ലേ? ചേച്ചി നോക്കണേ. എവിടെ പോയോ എന്തോ ഈ കൊച്ച്? ആമി, ആമി, ആമി. എന്താ തെറ്റാ? അല്ല, മുത്തശ്ശി ആമിയെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ, അവളോട് പോയി. അല്ല, മുറിയിൽ നോക്കിയിട്ട് കണ്ടില്ല. ക്ലാരമ്മ ആമിയെ കണ്ടായിരുന്നോ? ഇല്ലമ്മേ. എന്താ സാറേ? അല്ല, അവളെ മുറിയിലും കാണാനില്ല. ക്ലാരമ്മയെ പറമ്പിലേക്ക് എങ്ങനെ ഒന്ന് നോക്കിയേ. ശരിയമ്മേ. ഇവിളിത് എവിടെ പോയി? ചേച്ചി തൊട്ട് പോയതാ. എനിക്ക് അറിയില്ല അളിയാ. എന്നാലും ഇവിളിത് ആരോടും പറയാതെ എങ്ങോട്ടാ പോയെ? പോയി അന്വേഷിക്കും പിള്ളേരെ. അളി അവിടെ നോക്ക്. ആമി, ക്ലാരമ്മേ അവിടെ എങ്ങാനും കണ്ടോ? ഇല്ല, ഇവിടെ എന്റെ ദൈവം, ഈ പെണ്ണിത് എവിടെ പോയതാ? കണ്ടില്ല. നമുക്ക് കുഴപ്പമില്ല. എവിടെ പോയതാ? ദത്തേട്ടൻ വിഷമിക്കണ്ട, ചേച്ചി ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. പേടിക്കാനൊന്നുമില്ലെന്നേ. അവള് ചിലപ്പോ അമ്പലത്തിലെങ്ങാനും പോയി കാണും.
ഹാ, എന്നാൽ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? നമ്മളൊക്കെ ഉണർന്നു വന്നതല്ലേ ഉള്ളൂ. നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് നമ്മൾ കരുതി കാണും. അളിയാ, എടാ എനിക്കാകെ പേടിയാവുന്നു. അവളിന് വല്ല കടുകയും കാണിക്കോ? ഹേയ് ഇല്ലളിയാ, അളി വെറുതെ ടെൻഷൻ അടിക്കാതെ. ചേച്ചി എവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ജീവനോടെയാണോ പ്രേതമായിട്ടാണോ ഈ വരവ്? പ്രേതമായിട്ട് എനിക്ക് തോന്നി. തനിക്കങ്ങനെ പലതും തോന്നും. ഇങ്ങോട്ട് പോണം. അയ്യോ തന്നെ അയ്യോ കൊല്ലല്ലേ. കൊല്ലും. തന്നെ കൊല്ലാൻ തന്നെ ഞാൻ വന്നത്. താനൊക്കെ എവിടുത്തെ ഡോക്ടറാടോ? താനല്ലേ പറഞ്ഞത് എനിക്ക് മാരക രോഗമാണെന്ന്? അപ്പോ രോഗമില്ലേ? എന്നോടാണോ അത് ചോദിക്കുന്നേ? അപ്പോ ശരിക്കും കുട്ടി മരിച്ചില്ലേ? മരിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കോടോ? പിടിവിട്, ഞാൻ പറയാം. അയ്യോ എന്ത് പറയാ? താനൊരു ഒറ്റ ഒരാൾ കാരണം എനിക്ക് എന്റെ ജീവിതം കൈവിട്ട് പോയത്. മരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയെന്ന് അറിയോ? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ആ റിപ്പോർട്ടിൽ കണ്ടത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. തന്റെ ഒരു റിപ്പോർട്ട്. എനിക്കൊരു അസുഖവും ഇല്ല. ദാ നോക്ക് നോക്ക്, പണി അറിയാവുന്ന വേറെ കൊള്ളാവുന്ന ഡോക്ടർമാരെ തന്ന റിപ്പോർട്ടാ. കണ്ണു തുറന്ന് വായിച്ചു നോക്കടോ. ദാ കണ്ണൊഴിച്ച് വായിക്കും. നോക്ക്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ പറ. ഇല്ലില്ല, ഈ റിപ്പോർട്ടിൽ കുട്ടിക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല. ആ, പക്ഷേ ആ റിപ്പോർട്ട് കുട്ടി എവിടെ വേണമെങ്കിലും കൊണ്ട് കാണിച്ചു നോക്ക്. മൾട്ടിപ്പിൾ മൈലോമയാണെന്ന് അതിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. എന്നെ വിശ്വാസമില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയി കാണിച്ചു നോക്ക്. ഞാൻ എന്തിനാ വെറുതെ കുട്ടിയോട് കള്ളം പറയുന്നത്? എന്റെ കഴിഞ്ഞ 43 വർഷത്തെ സർവീസിനിടയിൽ ഇത് ആദ്യത്തെ സംഭവം. ആ റിപ്പോർട്ട് പ്രകാരം കുട്ടി മരിക്കും. പക്ഷെ ഈ റിപ്പോർട്ട് പ്രകാരം കുട്ടി മരിക്കില്ല. സത്യം പറ. വ്യാജ ഡോക്ടറല്ലേ? അയ്യോ സത്യമായിട്ടും അല്ല. ഞാൻ ഉക്രൈനിൽ പോയി കഷ്ടപ്പെട്ട 5 വർഷം പഠിച്ച് കിട്ടിയ ഡിഗ്രിയാ. മൾട്ടിപ്പിൾ മൈലോമ കണ്ടാൽ തിരിച്ചറിയാനുള്ള വിവരമൊക്കെ എനിക്കുണ്ട്. ഇനി ആ വാക്കത്തെ മിണ്ടിയ തന്റെ കൂമ്പിടിച്ച് കലക്ക് ഞാൻ. എന്റെ കൂമ്പിടിച്ച് കലക്കിയിട്ട് എന്താ കാര്യം? ആ റിസൾട്ട് എങ്ങനെ വന്നു കുട്ടി ആദ്യം തിരക്ക്. കുട്ടിയുടെ ബ്ലഡിന്റെ റിസൾട്ട് ആണ് അതെങ്കിൽ കുട്ടി ഇപ്പൊ മരിച്ചു കഴിഞ്ഞു. പിന്നെ മരണം ആളെ പേടിപ്പിക്കുന്നോടോ? എനിക്ക് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അയാളുടെ ഒരു ഉക്രൈനും മൾട്ടിപ്പിൾ മൈലോമി പിടിച്ചു തന്നെ. അയാളുടെ ഒരു ഉക്രൈൻ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ചിലപ്പോൾ ആ കുട്ടി കള്ളം പറഞ്ഞതാണ്. വന്നത് പ്രേതമായിരിക്കും. പക്ഷെ പ്രേതത്തിന് എവിടെ നിന്ന് കിട്ടി ഈ പുതിയ റിപ്പോർട്ട്? ഭഗവാനെ,